ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊങ്ങിണികളുടെയൊക്കെ സദ്യയിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അവർ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ് വൽവൽ. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ അച്ചിങ്ങ എടുത്തിട്ടുണ്ട്. അച്ചിങ്ങ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അച്ചിങ്ങ ഓപ്ഷണലാണ്. ചില ആളുകൾ ഉപയോഗിക്കാറുണ്ട്, ചില ആളുകൾ ഉപയോഗിക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ടേസ്റ്റിയാണ്. പിന്നെ അടുത്തതായി ഉരുളക്കിഴങ്ങ് ഒരെണ്ണം, പിന്നെ കുമ്പളങ്ങ ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ മത്തങ്ങ ഒരു ചെറിയ കഷ്ണം, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് 5, 6, 7, പിന്നെ മെയിൻ ഐറ്റമായ ചേമ്പ് കറിക്കൊരു അല്പം കട്ടി കിട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മെയിനാണ് 3, 4 ചേമ്പ്, ഇത്രയാണ് ആവശ്യം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ടേസ്റ്റി ആയിരിക്കും. കാഷ്യൂനട്ടും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മുടെ പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചിരുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈസിലാണ് എല്ലാം അരിഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കുക. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു തേങ്ങയാണ് ആവശ്യം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ചീകിയോ കൊത്തിയോ എടുക്കുക. അതിനുശേഷം 1-ാം പാലും 2-ാം പാലും എടുക്കുക. രണ്ടാം പാല് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്ന ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഈ 2-ാം പാല് വേണം നമ്മുടെ പച്ചക്കറികളെല്ലാം വേവിക്കാനായിട്ട്. പാല് ആവശ്യാനുസരണം നോക്കി ഒഴിക്കുക. കാരണം നമ്മുടെ കുമ്പളങ്ങയ്ക്കും മത്തങ്ങയ്ക്കും ഒക്കെ വെള്ളം വരും. ഒന്ന് ഒതുങ്ങി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അതനുസരിച്ച് നോക്കി 2-ാം പാല് ആഡ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് അത് നല്ലോണം വേവിച്ചെടുക്കുക. ഒതുങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല വെന്ത് വരുന്നുണ്ട്. നല്ലോണം വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കായം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒരു 3, 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. അതിപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ തരും. അതിനുശേഷം അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ആഡ് ചെയ്യാവുന്നതാണ്. 1-ാം പാൽ ആഡ് ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കുക. നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്